അപ്പോൾ ഇന്നാണ് കുറച്ച് വെറൈറ്റി ആക്കാന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ലോൺ വോൾഫ് ഒക്കെ കളിച്ചിട്ട് എനിമിനെ ടീം അപ്പ് ആക്കിയിട്ട് ചുമ്മാ ഒരു ദാഷില്ലാണ്ട് കൊല്ല ടീം അപ്പ് ആക്കിയിട്ട് അവനങ്ങ് ചതിക്കാതാണ് നമ്മുടെ പ്ലാൻ ഉണ്ട്. അപ്പോൾ ലോൺ വോൾഫ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ട് ആക്കാന്ന് വെച്ച് സ്റ്റാർട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ മച്ചാനാണ് ഫ്രണ്ട് ആക്കുന്നത്. കുറേ അധികം കമന്റ് ഉണ്ടാകും ഈ മച്ചാൻ്റെ ബ്രോ ഫ്രണ്ട് ആക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാനാണെന്ന് വെച്ചാൽ ഐഡിയ ഒക്കെ അങ്ങ് കോപ്പി അയക്കായിരുന്നു. പിന്നെ പേസ്റ്റ് ആക്കി പേര് നോക്കുകയാണെന്ന് വെച്ചാൽ കില്ലർ ബോട്ട് എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻസ്പെക്ട് ആക്കാന്നൊക്കെ വെച്ച് റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ട് ആക്കി നോക്കുകയാണെന്ന് വെച്ചാൽ 6 years old പ്ലെയർ ഒക്കെ ആയിട്ട് നമ്മുടെ മച്ചാനുണ്ട്. പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ കസ്റ്റം ബാക്ക് ഡൗൺലോഡ് ഉള്ളതായിരുന്നു നമ്മുടെ മച്ചാൻ്റെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമും നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഇതിന് കുഴപ്പമില്ല, 62 ലെവലുണ്ട്. പിന്നെ 6 years old പ്ലെയർ ആണ്. പിന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ടീം അപ്പ് ആക്കാനൊക്കെ നോക്കിയെങ്കിലും ടീം അപ്പ് ഒന്നും ആയിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ റൗണ്ട് കുറേ നേരം ഇരുന്ന് കാണിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടീം അപ്പ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒരു ഇമോട്ട് ഇടാന്നൊക്കെ വെച്ചാൽ ഇമോട്ട് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ മച്ചന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറ്റണ മച്ചന്മാരൊക്കെ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് കാണാൻ മറക്കണ്ട. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം അപ്പ് ആക്കിയിട്ട് കുറേ നേരം വെയിറ്റ് ആക്കിയായിരുന്നു. ഇനി ഇതിൽ അടിച്ച് കൊല്ലണ്ടെന്നൊക്കെ വെച്ച് 2 മൈലിൽ നിൽക്കണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ടൈം 150 കൊടുത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മച്ചൻ അവിടെ നിന്ന് ഓടുകയായിരുന്നു. പിന്നെ മച്ചാൻ എന്ന് പറഞ്ഞാൽ തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല, ചുമ്മാ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ മച്ചനെ അങ്ങ് കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്ര കൊണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഡെസർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി പോയിട്ട് വൺ ടൈപ്പ് അടിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ മച്ചാനാണെന്ന് ഒരു ഹേക്കർ ഷോട്ട് വന്നിട്ടാണ് എന്നെ അങ്ങ് കൊന്നിട്ടൊക്കെ. പിന്നെ ഓപ്പോസിറ്റ് വന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹേക്കറിനെ പോലെ ഉണ്ടായിരുന്നു. വാളിൻ്റെ അകത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പാവത്തിന് റേഞ്ച് ഇല്ലാത്ത കാരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ എത്ര കൊണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഡെസർട്ടുകൾ ഉണ്ടായിരുന്നു. ചാടി അടിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും അവനാണ് നമ്മളടിച്ച് കൊന്നിട്ടാണ് പിന്നെ വാളിൻ്റെ അകത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ M8 ഉണ്ടായിരുന്നു. പിന്നെ എത്ര ഉണ്ട് അപ്പോൾ ഈ റൗണ്ട് നമുക്ക് അടിച്ച് കൊല്ലാന്നൊക്കെ വിചാരിച്ച് കയറി പോയിട്ടാണ് വെച്ചാൽ എനിവിനെ സ്പോട്ടൊക്കെ ആക്കിയായിരുന്നു. ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ടൈം ബോഡിക്ക് ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ബോഡിക്ക് കൊണ്ട് കുറച്ച് ഹെഡും കൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അടിച്ചിട്ട് തന്നെ ആ പ്ലെയറിനെ കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് നമ്മൾ ഫുൾ റെഡ് ഒക്കെ കൊടുത്തായിരുന്നു. പിന്നെ ആ പ്ലെയർ അപ്പോൾ ഓടിയതായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ റേഞ്ചിലായിട്ട് നിന്നോടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നോടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെന്ന് പറഞ്ഞാൽ ചതിച്ചൊരു പ്ലെയർ അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ റേഞ്ചില്ലാത്ത പ്ലെയർ നമ്മൾ വെറുതെ അടിച്ച് കൊല്ലണമെന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പ്ലെയർക്ക് നമുക്ക് അങ്ങ് ബോയ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനിന്ന് 2 റൗണ്ട് അങ്ങ് എലിമിനേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പ്ലെയറിനെ എന്ന് പറഞ്ഞാൽ ബോയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കാത്ത മച്ചാന്മാരാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണം.